ഗുഡ് മോർണിംഗ് ഗായ്സ്. അപ്പം ഇന്ന് സാറിന പോലെ തന്നെ ഒരു പരിപാടിയില്ല. സൺഡേ ആയതുകൊണ്ട് നമുക്ക് ഇന്ന് ക്ലാസ് എടുക്കണം. അപ്പോൾ ക്ലാസ് എടുത്തിട്ട് നമുക്ക് വരാം. ചോദ്യം എൻ്റെ കിറങ്ങിയിരിക്കുന്നു. ഇതെന്താ, ഇങ്ങോട്ടൊന്ന് നോക്കൂ പ്ലീസ്. കിളിയാണ് ഗൈസ്. അപ്പോൾ നമുക്ക് ക്ലാസ് എടുത്തിട്ട് ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് വരാം. തുടങ്ങി. കാണാതെ പോയി പോയി. നെറ്റിനകത്തും ഇല്ല, സൂമിനകത്തും ഇല്ല. അവൻ പകുതിക്ക് വെച്ച് വെച്ചിട്ട് പോയി. ഞാൻ എന്ത് ചെയ്യാനാ? കാത്തു പോയി. കാത്തു ഓർഡർ ചെയ്താണ് ഗ്ലൂട്ടാഹയ. ഞാൻ റെക്കമെൻഡ് ചെയ്താണ് കാത്തുവിന്. പക്ഷെ കാത്തു പോയത് കൊണ്ട് ഇത് ഞാനും അവളും എടുക്കും. കാത്തുനോട് നമ്മളെ നാളെ പോയാൽ മതി എന്ന് പറഞ്ഞതാ. ഇപ്പൊ നിങ്ങൾ രാവിലെ വിചാരിക്കും ഞാൻ രാവിലെ വെളുത്ത ഡ്രസ്സ് ഇട്ടു, ഇപ്പൊ എങ്ങനെ കറുത്തായെന്ന്. മാജിക്. അപ്പോൾ നമ്മുടെ അൺബോക്സിങ് വീഡിയോ ആണിത്. അൺബോക്സിങ് സൗണ്ട് കേൾക്കുന്നുണ്ടോ? സൗണ്ട് ഒക്കെ കേൾക്കുന്നുണ്ടായിരിക്കും. ഒരെണ്ണേ ഉള്ളൂ, രണ്ടെണ്ണം. ഞാൻ പർപ്പിളായിട്ട് നമ്മളെ പറ്റിച്ചു. ഗ്ലോ ആകും മുഖം. നല്ലതാ. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടൊരു മോയ്സ്ചറൈസർ. പറഞ്ഞ എനിക്ക് വേണേ, കാത്തുവിന് കൊടുക്കണ്ട. ഓക്കെ, എന്താ നീ ഇവനൊന്നും തേക്കത്തില്ല. ഇവനത് മേടിച്ച് ചുമ്മാ ഞാൻ തേച്ചോളാം. നീ തേക്കരുത്. നിന്റെ നീ കൊണ്ടുവന്നാ നീ തേച്ചാ മതി. നമ്മളമ്മേൻ അങ്ങനാണോ? അങ്ങനല്ല. നമ്മളൊന്ന് നമുക്കൊന്ന്. പിന്നെന്തിനാ രണ്ട്? എന്നാ പിന്നെ കളയാനോ? കളയാൻ പറഞ്ഞതാണ് ഞാൻ എടുത്തോണ്ട് പോകുന്നത്. കണ്ടോ, ഭയങ്കര സാധനമാ. ഞാൻ പറഞ്ഞ പോലെ ശരിക്കും ഞാനാ പാവം. ആരും മനസ്സിലാക്കുന്നില്ല. എടുക്കുക, തുറക്കണം, ഒന്നുമില്ല. ഇത് പെയ്ഡ് പ്രൊമോഷൻ അല്ല. പെയ്ഡ് പ്രൊമോഷൻ പഴം നമ്മുടെ പൈസ എടുത്ത് നമ്മൾ തന്നെ മേടിച്ച സാധനം. കാത്തു വാങ്ങിച്ചതാണ്. നമ്മുടെ കൂട്ടത്തിൽ കാത്തുവാണ് റിച്ച്. എല്ലാം കോസ്റ്റ്ലി പ്രൊഡക്റ്റാ. ഞങ്ങളൊക്കെ ആരെങ്കിലും ഫ്രീ ആയിട്ട് തരുമെങ്കിൽ അത്രയും നല്ലത് പറഞ്ഞിട്ടിരിക്കുക. ഒരെണ്ണം കാത്തുവിനും ഒരെണ്ണം ഇവക്കുമായിട്ട് വാങ്ങിച്ചതാണ്. അപ്പോൾ അവള് പോയ സ്ഥിതിക്ക് ഒരെണ്ണം കാത്തുവിനും, അല്ല ഒരെണ്ണം എനിക്കും ഒരെണ്ണം ഇവക്കും. അല്ലേ കുഞ്ഞ? നല്ല മണമാ. നല്ലതാണോ ഇടി? എനിക്ക് അങ്ങോട്ട് വരാൻ വയ്യ. തേച്ചോ? സൺ കിസ്ഡ് മീ. സൺ എന്നെ കിസ് ചെയ്തു. അയ്യോ, ഇന്നലെ പോലും വലിയ മഴയില്ല. ഇന്നും മഴയില്ലായിരുന്നു. എന്താ മഴയൊന്നുമില്ല. മഴയില്ലാത്തത് നല്ലതാണ്. പക്ഷെ മഴയുണ്ട്, നല്ല മൂഡി ഫീൽ. ഇങ്ങനെ ഒരു മൂകതയായിട്ടുള്ളൊരിത്. തേയിലപ്പൊടി കിട്ടിയോ? എനിക്കറിയത്തില്ല. അവള് പോയി ചായ ഇടാൻ പോവാണ് ഗൈസ്. തേയിലവെള്ളം ഇടാൻ പോവാണ്. തേയിലവെള്ളം ഇട്ട് വരട്ടെ, നമുക്ക് തേയിലവെള്ളം കുടിക്കാം. അപ്പോഴത്തേനും അമ്മ അച്ഛനോട് ഇപ്പോൾ വരും. അമ്മ അച്ഛനോട് വന്നിട്ട് നമുക്ക് കാണത്തില്ല തന്നെ. എന്നാൽ നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കാം. തേയിലവെള്ളവും
മുളക് ബജ്ജിയൊക്കെ ആയിട്ട് സാമിയേ ശരണയ്യപ്പ. പൂമുഖവാതിക്കൽ സ്നേഹം വിടർത്തുന്നു, പൂന്തിങ്കലാകുന്നു ജ്യോതിക. ഒരു ദിവസം തന്നു എന്നും പറഞ്ഞോണ്ട് പിന്നെയും കയറി വരേണ്ട കാര്യമാണ്. നമുക്ക് ഇതാ കൊടുക്കാത്തത്. പക്ഷെ ഇതിന് പോകാൻ പറ്റിയ കറുത്ത പട്ടിക്കാ കൊടുക്കാത്തത്. അഹങ്കാരി കുഞ്ഞ് അടങ്ങ്, സീനാക്കല്ലേ, സീനാവല്ലേ വെറുതെ. ഇപ്പം നമുക്ക് ഞങ്ങൾ വേഗം ഞാൻ എല്ലാ ദിവസവും അൺഹെൽത്തി ഫുഡാണ് കഴിക്കുന്നതെന്ന്. പക്ഷെ അല്ല ഗൈസ്, എല്ലാ ദിവസവും ഒന്നും ഇല്ല. ഇത് വല്ലപ്പോഴേ ഉള്ളൂ. ആ അമ്മ വന്നിട്ട് പറഞ്ഞു തേയിലവെള്ളം ഉണ്ടാക്കണ്ട, ചായ അമ്മ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. തേയിലവെള്ളം ഉണ്ടാക്കിയ ജ്യോതിക ചീറ്റി. എന്താ ഇത് വായിക്കത്തൊന്നും വരുത്തില്ലേ? നമുക്ക് മുട്ടബജിയിലേക്ക്. മുട്ടബജി സത്യം പറഞ്ഞാൽ എൻ്റെ ഫേവററ്റ് അല്ല. ജ്യോതിക ഇത് ജ്യോതികയുടെ ഫേവററ്റ് ആണ്. കമോൺ 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 ഏജു. എന്ത് ഇത്? നീ അവിടെ പോവോ? ഇതെന്തോ ഇത്? എനിക്ക് മതിയല്ല. എനിക്ക് മുട്ട ബജി ഒന്നും ഇഷ്ടപ്പെട്ടാണ്. മൊത്തം ഗോതമ്പ് പൊടി. നീ സാറിന് മുട്ട ബജി ഭയങ്കരമായിട്ട് കഴിക്കുന്നതാണല്ലോ. ഒന്നും എനിക്ക് തിന്നാൻ തോന്നുന്നില്ല. സോ ഞാനില്ല, എനിക്കും വലിയ ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ അമ്മ ചായയും കൊണ്ട് വന്നു. മുട്ട ബജി കൊള്ളത്തോണ്ട് പട്ടിക്ക് കൊടുത്തു. പട്ടി റസ് വെച്ച് കഴിക്കുന്നു. മുട്ട ബജി കൊള്ളതല്ലായിരുന്നു. പാലോ ബൂസ്റ്റാണ് ഞങ്ങൾക്ക് ബൂസ്റ്റ്. അമ്മ എന്തിനാ ഓടുന്ന? അമ്മ ഓടുന്നടി. ബൂസ്റ്റ് കുടിക്കാൻ ഇവക്ക് കൊടുത്ത മുട്ട ബജി അത്. വെള്ളം വരുന്നടാ അതിന്റെ. എന്താ നടന്നിട്ട് ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ ഒഴുകുന്നു. അത് നീ അതിനെ കൊതിപ്പിച്ചോണ്ടാ. ഞാനൊന്നും ഒന്നും ചെയ്തില്ല. പക്ഷെ അങ്ങനെ ഞങ്ങൾ ബൂസ്റ്റ് കുടിക്കാൻ പോവാണ്. ഞങ്ങൾ ഇവിടെ നിന്നാണ് ചായ കുടിക്കുന്നത്. കഴിഞ്ഞ വീഡിയോസിൽ നിങ്ങൾ കണ്ടില്ലായിരുന്നോ ഗൈസ്? കഴിഞ്ഞ വീഡിയോസിലൊന്നും ഉണ്ടായിരുന്നോ? പട്ടി സൗണ്ട് ഉണ്ടായിരുന്നു. എൻ്റെ പൊന്നു ഞാൻ ഒന്നുമില്ല. എന്താ കൃഷ്ണന്റെ കണ്ണ് സുന്ദരമാണെന്ന് പറയുന്നവർക്ക് ഇപ്പൊ ഇതുവരെ അവൻ കിറങ്ങി അടിച്ചിരിക്കുകയായിരുന്നു. ചായ കുടിച്ചപ്പോ ഇപ്പൊ തുറന്നതാ. കാലൊക്കെ എടുത്ത് വെച്ച് പാട്ട് പാടാൻ തോന്നുന്നു. ഞാനിപ്പോ ഇങ്ങനെ കാല് വെച്ചേക്കുന്ന കാണുമ്പോ എല്ലാരും പറഞ്ഞായിരുന്നു ഞാനും അവനോട് പാട്ട് പാടണമെന്ന്. ഇന്ന് ഞാൻ എന്നിട്ട് ഒരു പാട്ട് കണ്ടുപിടിച്ച് അത് ഞാൻ അതെടുത്ത് എല്ലാം ലിറിക്സ്. ഇവന് അവിടെ ഇരുന്ന് ഭയങ്കര പ്രാക്ടീസ്. ഞാനാണെങ്കിൽ എനിക്ക് പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യമില്ലാത്തതുകൊണ്ട് ഞാൻ പ്രാക്ടീസ് ചെയ്തില്ല. പക്ഷെ എന്തുവാ ഇവ ഭയങ്കര പ്രാക്ടീസ്. എന്നിട്ട് അപ്പൊ അവന്റെ ഉത്ബോധ മനസ്സിനകത്ത് തോന്നി എല്ലാവരും എനിക്ക് ഫാൻസ് കൂടിയാലോ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അത് എടുത്തില്ല, എന്നെ കൊണ്ട് പാടിപ്പിച്ചില്ല. നിങ്ങളൊക്കെ പ്രതികരിക്കുക. ക്യാമറയുടെ അകത്തോട്ട് കൈവെക്ക്. ജ്യോതികാജി ഒട്ടും ആക്റ്റീവ് അല്ല വ്ളോഗ് എടുക്കാൻ. ജ്യോതികാജി ആക്റ്റീവ് അല്ല എന്ന് തോന്നിയവർ കമന്റ്. അതെല്ലാരും പറയും. ഞാൻ ഇങ്ങനെ ആടി തൂങ്ങിയിരിക്കുന്നു, അല്ലെങ്കിൽ അവളെ ഇളകിയാ നടക്കുന്നത്. ക്യാമറ കാണുമ്പോ എനിക്ക് ഭയങ്കര ഉറക്കം വരും. ഇത് നീ നിന്റെ മോന്റെ കാണിച്ചോണ്ട് റെഡി, നീ എന്റെ മോന്റെ കാണിച്ചോണ്ട് പോയി. അത്രേ ഉള്ളു, നീ മിണ്ടത്തില്ല. എന്താ ക്യാമറ കാണുമ്പോ ഇഷ്ടല്ല. ഇവനേതാ കൊറേ നേരം ഇടന്ന് കറങ്ങുന്നു. കറക്റ്റ് മുട്ട ബജ്ജി കൊണ്ട് വരുമ്പോ വരും. എന്റെ ചേട്ടനെ പോലെ അനങ്ങത്തില്ല. അവന്റെ വായി കൊണ്ടിട്ട് കൊടുത്തല്ല അവൻ കഴിക്കത്തുള്ളൂ. പിന്നെ പറ്റി ഈ ദിവസനെ പോലെ
ഹിന്ദുകൃഷ്ണന് നിക്കറിപ്പെടുത്തു ഗൈസ്. അതാണ് എന്റെ മാജിക്കിന്റെ രഹസ്യം. രാവിലെ വെള്ള ഡ്രസ്സിനകത്തിരുന്ന് കറുത്ത ഡ്രസ്സായത് അതാണ് കാരണം. ഞാൻ ചരിഞ്ഞു കിടന്ന് പാവം ഞാൻ ഉറങ്ങുമായിരുന്നു. ഞാൻ ചരിഞ്ഞ് കിടന്നുറങ്ങുമായിരുന്നു. വെട്ടം കുറയ്ക്കല്ലേ, ചരിഞ്ഞ് കിടന്നുറങ്ങുമായിരുന്നു. ഉറങ്ങിക്കൊണ്ടിരുന്നപ്പോ ഞങ്ങൾക്ക് നല്ല തണുപ്പ്. ഒന്നാമത്തെ മഴയൊക്കെ അല്ലായിരുന്നോ, മഴയൊക്കെ ആയപ്പോ എനിക്ക് ചെറിയ ചൂടൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ ഓർത്ത് ഇനി എന്തുവാണ്, എനിക്ക് യൂറിൻ ഇൻഫെക്ഷൻ ഉണ്ട് കേട്ടോ. ഇങ്ങനെ എപ്പോഴും ഇൻഫെക്ഷൻ, എനിക്ക് അറിയത്തില്ല, വെള്ളം കുടിയില്ല. അപ്പൊ മഴയും കൂടെ ആകുമ്പോഴത്തേനും ഒട്ടും കുടിയില്ലാത്തതുകൊണ്ട് എനിക്ക് ഓർത്ത് അതിന്റെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കിടന്നപ്പോ ഇടയ്ക്കൊന്ന് ആവിയെടുത്ത് ഇങ്ങനെ നോക്കി കഴിഞ്ഞപ്പോ നല്ല തണുപ്പ് ഇങ്ങനെ പറഞ്ഞിട്ട്. അപ്പൊ എന്റെ ഉത്ബോധം മനസ്സിലായി, ദൈവമേ ഞാൻ നിക്കറിപ്പെടുത്തുമെന്നും പറഞ്ഞ് ഞാൻ എണ്ണീറ്റ് ഇവിടെ തപ്പി നോക്കിയപ്പോ സൈഡിലാ, ഇവിടെ ടീഷർട്ടിലും പാൻറ്റില്. അപ്പൊ ഞാൻ നേരെ ഇവന്റെ അടുത്ത് ഇങ്ങനെ തപ്പി നോക്കിയപ്പോ മൂത്രം പോയിട്ടുണ്ട്. എന്നിട്ട് പിന്നെ നാട്ടുകാരെ മൊത്തം വിളിച്ചു പറഞ്ഞു ഞാനാ നിക്കറിപ്പെടുത്തേന്ന്. കള്ളൻ. പിന്നെ ഞാനല്ല. ഒരു പാട്ട് പാടിക്കൊണ്ട ചായ ഒന്ന് കുടിക്കാവൂ. ഞാൻ ആ തന്നെ തളർത്തി. നീ ഒരു പാട്ട് പാടിക്കൊണ്ട ചായ കുടിക്കുക. ഞാൻ ഇനി പാടത്തില്ല. നിങ്ങളൊക്കെ ഇനി എന്നോട് റിക്വസ്റ്റ് ചെയ്താലേ ഞാൻ പാടുള്ളൂ. പിന്നെ എന്തൊരു അത്യാവശ്യം അവർക്ക്, എന്തൊരു അത്യാവശ്യമാണ്. അയ്യോ, റിക്വസ്റ്റ് ചെയ്യൂ പ്ലീസ്. റിക്വസ്റ്റ് ചെയ്തല്ലേ പാടത്തുള്ളൂ. നീ ചായ കുടിച്ചോണ്ട് ഒരു പാട്ട് പാടി. ഇഷ്ടമാണ് സത്യം പറഞ്ഞ ചായ. ബൂസ്റ്റ് ചെയ്ത് എനിക്ക് പാലിന്റെ ഒരു സാധനം ഇഷ്ടമല്ല. ഇവിടെ അമ്മ എന്തേലും കുടിച്ചോട്ടെ എന്നും പറഞ്ഞോണ്ട് ബൂസ്റ്റ് മേടിച്ചോണ്ട് വരുന്നു. പക്ഷെ എനിക്ക് ഇത് ഇഷ്ടം. അതുകൊണ്ട് ഞാനിങ്ങനെ കുറച്ചു നേരം കണ്ട് ആസ്വദിച്ച് കുറച്ചൊക്കെ താഴെ കളഞ്ഞ് കുടിക്കും. മഴയൊക്കെ കുറഞ്ഞു. അപ്പൊ ഞാനിന്ന് വൈകിട്ട് വീട്ടിലോട്ട് പോകും. എന്നിട്ട് രാവിലെ പിന്നെയും വരും. വേണ്ട, കണ്ടോ, ഇവൻ വരണ്ടെന്നാണ് പറഞ്ഞത്. അതല്ല, നാളെ നിനക്ക് റെസ്റ്റാ. നാളെ റെസ്റ്റാണ്. നാളെ ഫുള്ള് നീ റെസ്റ്റ്. സോ നാളെ നീ റെസ്റ്റ് എടുത്തിട്ട് കിടന്നുറങ്ങിക്കോ. അപ്പം അത് ഇതോ ഞാൻ പറഞ്ഞോണ്ടിരുന്നത്. അപ്പൊ വീട്ടിൽ പോവാ. അപ്പം ഇന്ന് വൈകുന്നേരം എന്നെ മിസ് ചെയ്യുന്നുണ്ട് ഗൈസ്. ആരെ മിസ് ചെയ്യാൻ? അല്ല, നീ വീട്ടിൽ പോവല്ലേ, അപ്പൊ എന്നെ മിസ് ചെയ്യോ ഗൈസ്? ഗൈസിനോടല്ലേ നിന്നോടല്ലേ എന്നെ മിസ് ചെയ്യോ ഞാൻ? എന്റെ പൊന്നിനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യാം. എന്നിട്ട് എന്താ, അപ്പം വൈകുന്നേരം എന്റെ ചേട്ടൻ എന്ന് വരും. ചേട്ടൻ വരുമ്പോ നമ്മളൊരു ഗെയിം ചലഞ്ച് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഗെയിം ഒന്നും കേറത്തില്ല. നിങ്ങളൊക്കെ എന്താ കാണാതെ? സത്യം, നമ്മള് വലിയ സത്യം ഒത്തിരി സന്തോഷിക്കുന്ന എന്തെങ്കിലുമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അതൊക്കെ സത്യം പറഞ്ഞു. മറ്റേ ഞങ്ങളുടെ ചാനൽ എടുത്ത് നോക്കിയാൽ മതി, 2x സ്പൈസി മറ്റേ ആ നൂഡിൽസ് തിന്നുന്നതൊക്കെ സത്യം പറഞ്ഞ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് ഞങ്ങൾ ചെയ്ത വീഡിയോ. പക്ഷെ അതൊന്നും ആരും അങ്ങനെ കണ്ടിട്ടുമില്ല. എന്താന്നാ, യൂട്യൂബ് ഭയങ്കര വൃത്തികെട്ട പരിപാടിയാണ് കാണിക്കുന്നത്. അതൊക്കെ ആൾക്കാരിലേക്ക് കൂടുതൽ എത്തിക്കണ്ടേ. അതുപോലെ ഗെയിം മറ്റേ ചലഞ്ചുകളൊന്നും അങ്ങനെ ആരും അങ്ങനെ ഒത്തിരി അങ്ങനെ കണ്ടിട്ടൊന്നും ചലഞ്ച് ഒന്നും കേറുന്നില്ല. നിങ്ങൾക്ക് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നോക്കി ഇങ്ങനെ ചുമ്മാ സംസാരിക്കുന്നതാണോ ഇഷ്ടം? നമ്മളിങ്ങനെ ഓരോരോ എന്താണ് കൂടുതൽ എല്ലാവർക്കും ഇഷ്ടം, എന്താണ് പ്രതീക്ഷിക്കുന്നത് എന്നൊക്കെ പറഞ്ഞോണ്ടാ അങ്ങനെ ഇരിക്കുന്നത്. അതെ സത്യം. കൊറേ സജഷൻ കിട്ടുവാണ്. നല്ല കൊറേ പേര് സജഷൻ പറയുകയും ചെയ്തു. ഒരു കമന്റ് ഞാൻ കണ്ടായിരുന്നു, ജ്യോതിനെ പ്രാങ്ക് ചെയ്യാൻ. ഇങ്ങോട്ട് വരട്ടെ, പ്രാങ്ക് ചെയ്തോണ്ട്. മന്ദബുദ്ധി, നിന്നെ പ്രാങ്ക് ചെയ്യാൻ സിമ്പിളാ. പിന്നെ അല്ല, കുറേ പേര് ഞങ്ങളുടെ തന്നെ ഇങ്ങോട്ട് പറഞ്ഞു ഗെയിമിങ് ചലഞ്ച് പക്ഷെ എന്നിട്ട് ഗെയിമിങ് ചലഞ്ച് അങ്ങനെ നമ്മൾ ഗെയിമിങ് ചലഞ്ച് ചെയ്തിട്ടൊന്നും കയറുന്നില്ല. നമ്മൾ ഇന്ന് എന്തായാലും ഒരു വീഡിയോയും കൂടെ എന്തായാലും ചെയ്യാൻ പ്ലാനുണ്ട്. ഗസ്റ്റ് മ്യൂസിക് ചലഞ്ച്. അപ്പോൾ നിങ്ങൾ അത് കണ്ട് സപ്പോർട്ട് ചെയ്യണം. നീ ഇവിടെ എനിക്ക് വയ്യ, എനിക്ക് ഇന്ന് സത്യത്തിൽ ഭയങ്കര ഒരു തലവേദന. വയ്യ, കുഞ്ഞിനറിയാലോ, തലവേദനയും മൊത്തത്തിലൊരു. എന്നാ പറ, ഗെയിമിംഗ് ചലഞ്ച് ഉണ്ട് ഗൈസ്. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ഓക്കെ ഗൈസ്, ബൈ.